ഗായ്സ് ഞാനിപ്പോ ഉള്ളത് സൂത്രന്റെയും ഷേരുവിന്റെയും കാട്ടിലാണ്. ഇവിടുന്ന് കുറച്ച് നടന്നപ്പോ തന്നെ നമ്മുടെ അജഗജാഗനെ കണ്ടു. അതുകൊണ്ട് തന്നെ അവൻ സാഹിത്യം പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ തന്നെ ആദ്യം അവനോട് ഒരു സാഹിത്യം പറഞ്ഞു കൂട്ടാൻ. എന്നിട്ട് അവൻ എന്നെ നേരെ കൊണ്ടുപോയത് കടിയനെ കാണാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഈ കാട്ടിലൊക്കെ വന്നാൽ ആദ്യം കാണേണ്ട രാജാവിനെ ആണല്ലോ. അപ്പൊ ഗായ്സ് ഇതാണ് കടിയന്റെ ഗുഹ. കടിയന്റെ ഗുഹ കണ്ടപ്പോ തന്നെ അജഗജാഗൻ പറഞ്ഞു ഞാനിവിടേക്കില്ല, നീ തന്നെ ഒറ്റയ്ക്ക് പോയാൽ മതി. പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. അപ്പൊ പിന്നെ അവനോട് ലാൽസലാം പറഞ്ഞു പോയപ്പോ കടിയൻ ഇതാ നമ്മളെ കൈ കാണിച്ചു വിളിക്കുന്നു. എന്തായാലേ പിന്നെ ഒരു അതിഥി എന്ന നിലയ്ക്ക് ഞാൻ കടിയനെ കൈയും കൊടുത്തു. ആ കൈ പിടിച്ചപ്പോഴല്ലേ മനസ്സിലായത് സൂത്രൻ എത്രത്തോളമാണ് കടിയന്റെ ഇടികൊണ്ടതെന്ന്. പിന്നെ സ്നേഹത്തോടെ ഞാനൊരു കെട്ടിപ്പിടുത്തവും കൊടുത്ത് കടിയനോട് ലാൽസലാം പറഞ്ഞു ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അല്ലെങ്കിൽ നമ്മളെ കാണാൻ വന്നത് ആരെയാ? സൂത്രനെ ശരിവിനെ അല്ലേ. പിന്നെ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ നമ്മളെ ഒരാൾ കൈ കാണിച്ച് വിളിക്കുന്നു. ഇത് കരടിയാണെന്ന് തോന്നുന്നു, എനിക്ക് അവന്റെ പേരറിയില്ല. എന്നാലും അറിയാന്നുള്ള മട്ടിൽ ഞാൻ ഓനെ ആദ്യം തന്നെ കെട്ടിപ്പിടിച്ചു. അങ്ങനെ ഓനോട് വർത്താനം പറഞ്ഞു പോകുമ്പോഴാണ് ഓൻ പറയണത് നിങ്ങൾക്കും കൂടെ ലൊക്കേഷൻ അയച്ചു തരാൻ വേണ്ടി. അപ്പൊ ലൊക്കേഷൻ വേണ്ടവർ ഇപ്പൊ തന്നെ കമന്റ് ഇട്ടോളി. അതേ പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴാണ് ഞാൻ ഒരാളെ കാണുന്നത്. അമ്പടാ, അത് നമ്മുടെ സൂത്രനെ ശേരുവായിരുന്നു. ശരി നമ്മൾ കൈ കാണിക്കുന്നുണ്ട്. ഈ സൂത്രൻ എന്താ ആറ്റിറ്റ്യൂഡ് ഇട്ട് നിൽക്കുന്നത്? ആ ബെസ്റ്റ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഓന്റെ തലയിൽ തേങ്ങ വീണു. സൂത്രന്റെ പണി കിട്ടുന്നത് സ്ഥിരം പരിപാടിയാണല്ലോ, അതുകൊണ്ടായിരിക്കും ശരി ഇവിടുന്ന് ചിരിക്കുന്നത്. ഏതായാലും സൂത്രന്റെ ബോധം പോയി. പക്ഷെ എന്റെ സംശയം അതല്ലേ, എങ്ങനെയാണ് തെങ്ങില്ലാത്ത ഒരു സ്ഥലത്ത് ഒരു തേങ്ങ സൂത്രന്റെ തലയിൽ വീഴുന്നത്? അപ്പോഴാണ് എനിക്കൊരു കാര്യം കത്തി. ഞാനിവിടെ പറഞ്ഞതിന് മുമ്പ് കരിനാക്കനെ കണ്ടിരുന്നു. കരിനാക്കൻ എന്നോട് പറഞ്ഞത് തലയിൽ തേങ്ങ വീഴാൻ വേണ്ടി തെങ്ങ് വേണ്ട എന്നാണ്. അപ്പൊ എനിക്കത് മനസ്സിലായില്ല. പക്ഷെ എനിക്ക് ഇപ്പൊ മനസ്സിലായടോ. ബോധം പോയ സ്ഥിതിക്ക് ഇനി സൂത്രന്റെ മൂങ്ങ വൈദ്യരെ കൊണ്ട് കാണിക്കണം. അപ്പൊ അത് കാണണമെങ്കിൽ പാർട്ട് 2 എന്ന് കമന്റ് ഇട്ടുക.